മമ്മൂട്ടിയോ മോഹൻലാലോ ഒരു അടിപൊളി ഷർട്ടിട്ട ചിത്രം പങ്കുവെച്ചാൽ അത് ഏത് ബ്രാൻഡാണെന്നും അതിന്റെ വില എത്രത്തോളമാണെന്നുമെല്ലാം അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുറത്തു വരും. ഏത് സെലിബ്രിറ്റികളും വിമാനത്താവളങ്ങളിലോ മറ്റോ പ്രത്യക്ഷപ്പെട്ടാൽ ധരിച്ച വസ്ത്രത്തിന്റെ വിശദാംശങ്ങൾ ഉടൻ തന്നെ യൂട്യൂബിലോ മറ്റു ഓൺലൈൻ ചാനലുകളിലോ വരും. അവ വാങ്ങിയ സ്ഥലം, വില ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കും. എന്നാൽ കൊലപാതക കേസിലെ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്നയാൾ കോടതിയിലേക്ക് ധരിച്ചുകൊണ്ടുവന്ന വസ്ത്രമാണ് ചൂടപ്പം പോലെ ഇപ്പൊ വിറ്റഴിഞ്ഞു പോയേക്കുന്നത്. വില കൂട്ടി വിറ്റിട്ടും സാധനം തീർന്നുപോയി. യുഎസിലാണ് സംഭവം. യുണൈറ്റഡ് ഹെൽത്ത് കെയർ സിഇഒ ബ്രയാൻ തോംസൺ കൊലപാതക കേസിൽ സംശയിക്കപ്പെടുന്ന ലുയിനി മാൻജിയോനിയെ ന്യൂയോർക്കിലെ ജില്ലാ കോടതിയിൽ എത്തിച്ചതായിരുന്നു പോലീസ്. അപ്രതീക്ഷിതമായി ഇദ്ദേഹത്തിന്റെ ഫാഷനിലാണ് ആളുകൾ ആകർഷിക്കപ്പെട്ടത്. കൊലപാതകം, തീവ്രവാദ, ആയുധ കുറ്റകൃത്യം ഉൾപ്പെടെ 11ഓളം കേസുകളാണ് ലൂയിഗി മാൻജിയോനിക്കെതിരെ നിലനിൽക്കുന്നത്. അവയുടെ ഹിയറിംഗിന് എത്തിയതായിരുന്നു കോടതിയിൽ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ധരിച്ച സ്വെറ്ററിലേക്കാണ് ആളുകളുടെ ദൃഷ്ടി പോയത്. മെറൂൺ നിറവും വെള്ള കോളറുമായ സ്വെറ്ററും ഓറഞ്ച് നിറത്തിലുള്ള ഷൂസും കണ്ട് ആളുകൾ ആകൃഷ്ടരായി. പക്ഷെ ഇത് ഇത്രമേൽ ശ്രദ്ധിക്കപ്പെടാൻ മറ്റൊരു കാരണവുമുണ്ട്. തുടക്കത്തിൽ $1000 വിലയുള്ള മൈസൺ മാർഗിയേല ബ്രാൻഡ് സ്വെറ്റർ ആണെന്നാണ് ഫാഷനെ പിന്തുടരുന്ന പലരും കരുതിയത്. കുറ്റവാളി ഇത്രയും സമ്പന്നനാണോ എന്ന് പോലും ആളുകൾ അതിശയിച്ചു. എന്നാൽ പിന്നീടാണ് ഇത് നോട്ട്സ്ട്രോമിൽ നിന്നുള്ള അലക്കാൻ പറ്റുന്ന മെറീനോ ക്രൂനെക്ക് സ്വെറ്റർ ആണെന്ന് തിരിച്ചറിഞ്ഞത്. വിപണിയിൽ ഏതാണ്ട് 7500 രൂപ വരും. വ്യാപകമായ ശ്രദ്ധ കിട്ടിയതോടെ ഇതിന് ഏതാണ്ട് 30% ഇളവ് നൽകി. അതോടെ 7 നിറത്തിൽ ഇറങ്ങിയ ബ്രാൻഡ് സ്റ്റോക്കും കഴിഞ്ഞു.